ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നിങ്ങൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ തേർഡ് ബ്ലോക്കിലെ 11th യൂണിറ്റ് 11ാമത്തെ യൂണിറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ദുരന്തങ്ങളും ഡെവലപ്മെൻറ്റും, ആ ദുരന്തങ്ങളിൽ നിന്നും അതിനെ തരണം ചെയ്തുകൊണ്ടുള്ള വികസനവും എന്നാണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 11 ചാപ്റ്ററിൻ്റെ പേര് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിലെ ടോപ്പിക്ക് നോക്കൂ നിങ്ങൾ. എന്താണ് ടോപ്പിക്ക്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദുരന്തവും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. ദുരന്തവും അതേപോലെ തന്നെ ദുരന്തത്തെ കുറിച്ചും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഉള്ള ബന്ധമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കാം ദുരന്തത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പറയാനുള്ള കാരണം. ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ഇമ്പാക്റ്റ്, സ്വാധീനം എന്ന് പറയുന്നത് പിന്നീട് എന്തിലേക്കാണ് നയിക്കുക? ഡെവലപ്മെൻറ്റിലേക്കാണ് നയിക്കുക. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് കഴിഞ്ഞ വർഷം വയനാടുണ്ടായ ആ ഒരു നാച്ചുറൽ കലാമിറ്റി, പ്രകൃതി ദുരന്തം. ഒരുപാട് ആളുകൾ മരണപ്പെടുന്നതിനും ഒരു ഗ്രാമം, ഒരു വലിയ ഗ്രാമീണ മേഖല മുഴുവനായും നശിക്കുന്നതും ഒരുപാട് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെടുന്നതും, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് മക്കളും കുട്ടികളും അങ്ങനെ ഓരോരുത്തരും അനാഥരായി തീർന്ന മുഖങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ പക്ഷെ പിന്നീട് ആ ദുരന്തം, അതാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ദുരന്തത്തിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ദുരന്തം പിന്നെ അങ്ങനെ നിൽക്കല്ല ചെയ്യുക. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ആളുകളെ റിക്കവർ ചെയ്യും. അതിൽ നിന്നും നമ്മൾ മെല്ലെ ഫ്ലോയിലായിട്ട് റിക്കവർ ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അവരിലേക്ക് വികസനത്തിൻ്റെ പാതകൾ അഴിച്ചുവിടും. അങ്ങനെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് രൂപം കൊടുക്കും. അങ്ങനെ ഡെവലപ്മെൻറ്റിലൂടെ വീണ്ടും അവർ ഒരു ന്യൂ ലൈഫിൽ തുടങ്ങുന്നതിനും, അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ടോപ്പിക്കിലൂടെ ആ ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ടോപ്പിക്കും അത് തന്നെയാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദുരന്തവും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ബന്ധം എന്താ എന്നാണ് ടോപ്പിക്ക്. ദുരന്തവും അതേപോലെ തന്നെ വികസനവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ഇവിടെ വരുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. നമുക്കറിയാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്. ദർ ഈസ് എ ക്ലോസ് റിലേഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്. ദുരന്തവും വികസനവും തമ്മിൽ വളരെയധികം ക്ലോസ് റിലേഷനാണ്, വളരെയധികം ബന്ധം പുലർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദുരന്തവും അതേപോലെ തന്നെ ഡിസാസ്റ്ററും തമ്മിൽ വളരെ അധികത്തിലുള്ളൊരു ക്ലോസ് ബന്ധമാണ് പുലർത്തുന്നത്, വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. മാത്രമല്ല ഇനിഷ്യേറ്റീവ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഗെറ്റ് ഡെസ്ട്രോയ്ഡ് ബൈ ഡിസാസ്റ്റേഴ്സ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെൻറ്റ്. പിന്നെന്താ പറയുന്നത്? ദുരന്തങ്ങളിൽ ഒരുപാട് നശിക്കപ്പെടുകയും ഇനിഷ്യേറ്റീവ്സ് ഡെവലപ്മെൻറ്റ് ഗെറ്റ് ഡെസ്ട്രോയ്ഡ് ബൈ ഡിസാസ്റ്റേഴ്സ് അറ്റ് ദ സെയിം ടൈം പ്രൊഡ്യൂസേഴ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെൻറ്റ്. ദുരന്തങ്ങളാൽ പലതും നശിക്കപ്പെടുകയും അതേസമയം വികസനത്തിനാൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ദുരന്തവും ഡെവലപ്മെന്റും വളരെ അടുത്ത ബന്ധമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഡിസാസ്റ്റേഴ്സ് കൊണ്ട് ഒരുപാട് നാശം സംഭവിക്കുന്നുണ്ട്, ഡിസ്ട്രോയ്ഡ് ആവുന്നുണ്ട്. ഡിസാസ്റ്റേഴ്സ് കൊണ്ട് ഒരുപാട് ഡിസ്ട്രോയ്ഡ് ആവുന്നുണ്ട്. എന്നാൽ ഡെവലപ്മെന്റ് കൊണ്ട് ഒരുപാട് എന്തുണ്ടാവുന്നുണ്ട്? ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവ തമ്മിൽ രണ്ട് ബന്ധം, അടുത്ത ബന്ധമാണെന്ന് പറയാനുള്ള കാരണം. ദുരന്തം കാരണം, ഡിസാസ്റ്റർ കാരണം ഒരുപാട് നാശം ഉണ്ടാവും. ഡെവലപ്മെന്റ് കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ പ്രൊഡ്യൂസ് ചെയ്യും, ഒരുപാട് അവസരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ദുരന്തമാണ് ഏതിലേക്ക് വീണ്ടും എത്തിച്ചേരുക? ഡെവലപ്മെന്റിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം. അതുകൊണ്ടാണ് അവ തമ്മിൽ വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം.
Vulnerability may both be increased and decreased by strategies of development. വികസന തന്ത്രങ്ങൾ വഴി അപകട സാധ്യത vulnerability by both increased and decreased by strategies of development. അതായത് സ്ട്രാറ്റജീസ് ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ എന്താ? വികസന തന്ത്രങ്ങൾ വഴി ചില സാഹചര്യങ്ങൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യാം. ചിലപ്പോൾ ഈ വികസന തന്ത്രം സ്ട്രാറ്റജീസ് ഓഫ് ഡെവലപ്മെന്റ് വഴി ചില സമയത്ത് എന്തുണ്ടാവാം? അപകട സാധ്യത വർദ്ധിക്കുന്നതിനും അതേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നതിനും ഡിക്രീസ് ചെയ്യുന്നതിനും കാരണമാകുന്നു. അപ്പോൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി മൂലം ചില സമയത്ത് വാലനറബിലിറ്റി എന്താ? പ്രകൃതി ദുരന്തങ്ങൾ അത്തരത്തിലുള്ള അപകട സാധ്യത കൂടാനും കാരണമാകാം, കുറയാനും കാരണമാകാം. ഇപ്പോൾ സ്ട്രാറ്റജീസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വികസന തന്ത്രങ്ങൾ വഴി ദുരന്തത്തിന്റെ വ്യാപ്തി കൂടാനും കുറയാനും കാരണമാകാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വലിയ നഗരങ്ങളിലൊക്കെ വളരെ ഡെവലപ്പിംഗ് ആയിരിക്കും. അവിടെ ഒരുപാട് ബിൽഡിങ്സുകളും ഒരുപാട് വലിയ 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 ഉയരത്തിലുള്ള എത്രയോ ഉയരത്തിൽ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അത് ഡെവലപ്പിംഗ് ആണ്. പക്ഷെ ആ ചിലപ്പോൾ ദുരന്തം ഉണ്ടായാൽ അത് ഒന്നായിട്ട് താഴേക്ക് പതിക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വികസനവും അതേപോലെ തന്നെ ഈ ദുരന്തവും തമ്മിൽ വളരെയധികം ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. മാത്രമല്ല വികസന തന്ത്രങ്ങൾ സ്ട്രാറ്റജീസ് ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ എന്താണ്? വികസന തന്ത്രങ്ങൾ എന്തിന് കാരണമാകാം? ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും. വാലനറബിലിറ്റി മേ ബോത്ത് ഇൻക്രീസ്ഡ് ആൻഡ് ഡിക്രീസ്ഡ്. ദുരന്തത്തിന്റെ വ്യാപ്തി ഇൻക്രീസ് ആവുന്നതിനും വർദ്ധിക്കുന്നതിനും ഡിക്രീസ്ഡ് കുറയ്ക്കുന്നതിനും ഏത് കാരണമാകുന്നുണ്ട് എന്നാ പറയുന്നത്? ഇവിടെ വികസന തന്ത്രങ്ങൾ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ പിന്നെന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? Traditional approach to disasters referred to the natural disaster as an act of God and beyond human control, causing death and damage to property and revenue losses. പ്രകൃതി ദുരന്തങ്ങളെ മനുഷ്യന്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള ഒരു ദൈവത്തിന്റെ പ്രവർത്തനമായി പരാമർശിക്കുന്നു. Traditional approach to disasters referred to the natural disaster as an act of God beyond human control. മനുഷ്യന്റെ പ്രവർത്തനത്തിനപ്പുറമുള്ള ദൈവത്തിന്റെ അവിടെ ഗോഡിന്റെ നിയന്ത്രണത്തിലാണ് എന്തിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? ഡിസാസ്റ്ററിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ട്രഡീഷണൽ അപ്രോച്ച് to disasters refer to the natural disaster as an act of God and beyond human control. അതായത് ഇവിടെ ഹ്യൂമൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ മനുഷ്യ നിയന്ത്രണത്തിനപ്പുറമുള്ള ഒരു ഗോഡിന്റെ പ്രവർത്തനമായിട്ടാണ് പരാമർശിക്കുന്നത്. മാത്രമല്ല മുൻകാലങ്ങളിൽ മരണത്തിനും സ്വത്തിനും നാശനഷ്ടങ്ങൾക്കും വരുമാന നഷ്ടത്തിനും ഏത് കാരണമാകുന്നു? ദുരന്തങ്ങൾ കാരണമാകുന്നു. അപ്പോൾ മനുഷ്യന്റെ നിയന്ത്രണത്തിനും അപ്പുറമുള്ള ഗോഡിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഏതിനെ പരാമർശിക്കുന്നത്? ഈ ദുരന്തങ്ങളെ പരാമർശിക്കുന്നത്. ദൈവത്തിന്റെ കണ്ണൊന്നും അറിയുക. ചില സാഹചര്യങ്ങളിൽ ചില സിറ്റുവേഷനിൽ ഈ നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഭൂമി, നമ്മളെ ഈ എർത്ത് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഓരോ നിമിഷവും ദൈവത്തിന്റെ ആ ശ്രദ്ധ കൊണ്ടാണ് നന്നായി നിലനിൽക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. അതെങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം, ആണെന്നും അല്ല എന്ന്, എസ് ഓർ നോ, അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഇവിടെ പറയാണ് മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിന്നും ദൈവത്തിന്റെ നിയന്ത്രണത്തിലേക്ക് മറികടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൂടെ എന്തൊക്കെ നഷ്ടപ്പെടാം? ഡെത്ത്, ഒരുപാട് മരണങ്ങൾ, ഡാമേജ് ടു പ്രോപ്പർട്ടി, സ്വത്തുവകകളൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കാം, റവന്യൂ ലോസസ്, വരുമാനം നഷ്ടപ്പെടാം. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ദുരന്തങ്ങൾ കാരണമാകുന്നുണ്ട് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യന്റെ പ്രവർത്തനത്തിന് അതീതമായിട്ട് ദൈവത്തിന്റെ
പ്രവർത്തനം ഗോഡിന്റെ പ്രവർത്തനവുമായി ഏതിനെ പരാമർശിക്കുന്നു? ഈ ദുരന്തത്തെ പരാമർശിക്കുന്നു. ഇൻ ദ പാസ്റ്റ് most of the development plans were designed without considering the impact of disasters and without taking community viewpoint and plans into consideration. അതായത് പിന്നെന്താണ് പറയുന്നത്? ഇൻ ദ പാസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ഡെവലപ്മെന്റ് പ്ലാൻസ്, അങ്ങനെ മിക്ക വികസന പദ്ധതികളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുരന്തങ്ങളുടെ ആഘാതം പരിഗണിക്കാതെയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും പദ്ധതികളും പരിഗണിക്കാതെയുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ പാസ്റ്റ് മോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് പ്ലാൻസ് were designed without considering impact of disasters and without taking community view plans and plans into consideration. അതായത് ഇവിടെ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? മിക്ക വികസന പദ്ധതികളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുരന്തങ്ങളുടെ ആഘാതം പരിഗണിക്കാതെയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും പദ്ധതികളും പരിഗണിക്കാതെയുമാണ്. അപ്പൊ പലതരത്തിലുള്ള വികസനവും ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? മിക്ക വികസന പദ്ധതികളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുരന്തങ്ങളുടെ ആഘാതം പരിഗണിക്കാതെയും ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് ദുരന്തത്തിന്റെ ആഘാതം പരിഗണിക്കാതെയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും പദ്ധതികളും പരിഗണിക്കാതെയുമാണ് എന്ത് ചെയ്യുന്നത്? മിക്ക പ്രവർത്തനങ്ങളും മിക്ക വികസന പദ്ധതികളും ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ഒരു ദുരന്തം ഉണ്ടായാൽ അവിടെ എന്തുണ്ടാവും? ഡെവലപ്മെന്റ് ഉണ്ടായേ പറ്റൂ. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ആ ഡിസാസ്റ്ററിനെ റിക്കവർ ചെയ്തിട്ടാണ് പിന്നെ എന്തിലേക്ക് എത്തിച്ചേരുക? ഡെവലപ്മെന്റിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ശ്രദ്ധ പുലർത്തേണ്ടത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റിംഗ് ഫോളോവിങ് ബേസിക് തീംസ്, അതായത് വികസനം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് പ്രധാനമായും താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് നോക്കൂ. വാൽനറബിലിറ്റി മേ ഇൻക്രീസ് ഡ്യൂ ടു ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. വാൽനറബിലിറ്റി മേ ഇൻക്രീസ് ഡ്യൂ ടു ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വികസന സംരംഭങ്ങൾ കാരണം അപകട സാധ്യത ചിലപ്പോൾ വർദ്ധിച്ചേക്കാം. ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് മേ ഡിക്രീസ് വാൽനറബിലിറ്റി. വികസന സംരംഭങ്ങൾ അപകട സാധ്യതയെ ചിലപ്പോൾ കുറച്ചേക്കാം. പിന്നെ ഫോർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഡിസാസ്റ്റേഴ്സ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. വികസന സംരംഭങ്ങൾ ചിലപ്പോൾ ദുരന്തങ്ങൾക്ക് ഒരു അവസരമാണ്. അപ്പോൾ ഈ ഡിസാസ്റ്ററും ഡെവലപ്മെന്റും തമ്മിലുള്ള ബന്ധത്തെ 3 രീതിയിലാണ് പറയുന്നത്. ഡിസാസ്റ്റർ അഥവാ വാൽനറബിലിറ്റി. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാലും വാൽനറബിലിറ്റി പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ വാൽനറബിലിറ്റി ചിലപ്പോൾ വികസനം ഉണ്ടായാൽ എന്തിന് കാരണമാകുന്ന പറയുന്നത്? വികസന സംരംഭങ്ങൾ കാരണം അപകട സാധ്യത വർദ്ധിച്ചേക്കാം. അപ്പൊ നിങ്ങളോട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിന്റെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ. ഈ 3 പോയിന്റെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ വെക്കണം. അതായത് ദുരന്തങ്ങൾ വർദ്ധിക്കാം എന്തിലൂടെ? ചിലപ്പോൾ വികസനം ഉണ്ടാവുമ്പോൾ. വികസന സംരംഭങ്ങൾ കാരണവും എന്തുണ്ടാവാം? ദുരന്തങ്ങൾ ഉണ്ടാകാം. രണ്ടാമത് എന്താ പറയണേ? ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് മേ ഡിക്രീസ് വാൽനറബിലിറ്റി. വികസന സംരംഭങ്ങൾ ചിലപ്പോൾ എന്ത് കുറയ്ക്കാം? അപകട സാധ്യതയെ കുറയ്ക്കാം. മൂന്നാമത് എന്താ പറയണത്? ഫോർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഡിസാസ്റ്റർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. വികസന സംരംഭങ്ങൾ ചിലപ്പോൾ എന്ത് നൽകാം? വികസന സംരംഭങ്ങൾക്ക് ദുരന്തങ്ങൾ ഒരു അവസരമാണ്. ഇങ്ങനെ 3 രീതിയിലാണ് ഏത് തമ്മിലുള്ള ബന്ധത്തെ പറയുന്നത്? ഡെവലപ്മെന്റും ഡിസാസ്റ്ററും തമ്മിലുള്ള റിലേഷനെ പറയുന്നത്. ഡെവലപ്മെന്റും ഡിസാസ്റ്ററും തമ്മിലുള്ള ബന്ധത്തെ ഇവിടെ 3 രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. വാല്യുലബിലിറ്റി മേ ഇൻക്രീസ് ഡ്യൂ ടു ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. വികസന സംരംഭങ്ങൾ എന്ത് വർദ്ധിച്ചേക്കാം? ദുരന്തങ്ങൾ വർദ്ധിച്ചേക്കാം. സെക്കൻഡ് വൺ എന്താ പറയണേ? ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് മേ ഡിക്രീസ് വാൽനറബിലിറ്റി.
വികസന സംരംഭങ്ങൾ അപകട സാധ്യത കുറച്ചേക്കാം. മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയണത്? ഫോർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഡിസാസ്റ്റർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. വികസന സംരംഭങ്ങൾ ദുരന്തങ്ങൾക്ക് ഒരു അവസരമായേക്കാം. അങ്ങനെ 3 ബന്ധത്തിലൂടെയാണ് ഏത് ഡിഫൈൻ ചെയ്യുന്നത്? ഡിസാസ്റ്ററിനെയും ഡെവലപ്മെന്റിനെയും ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഇൻക്രീസ് വാൽനറബിലിറ്റി. ഡെവലപ്മെന്റ് പ്രോഗ്രാം ചിലപ്പോൾ ദുരന്തങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ക്യാൻ ഇൻക്രീസ് വാൽനറബിലിറ്റി. ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ ചിലപ്പോൾ ദുരന്തങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം? അതായത് വികസനം ഉണ്ടാവുമ്പോൾ ദുരന്തങ്ങളും വർദ്ധിക്കാം എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം, വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ പ്രകൃതിയിലേക്കും പലതരത്തിലുള്ള പൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? വാതകങ്ങൾ വഴിയും അതേപോലെ തന്നെ നമ്മുടെ വാട്ടറിലൂടെയും അങ്ങനെ പല രീതിയിലൂടെയും ഒരുപാട് പൊല്യൂഷൻ ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ എർത്തില് ഭൗമോപരിതലത്തില് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വികസന പരിപാടികൾ എന്തിലേക്ക് എത്തിച്ചേരാം എന്ന് പറയുന്നത്? ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കാം, അല്ലെങ്കിൽ അപകട സാധ്യത വർദ്ധിക്കാം എന്നൊക്കെ പറയുന്നത്. അതായത് വികസന പരിപാടികൾ അപകട സാധ്യത വർദ്ധിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പല വികസനത്തിൻ്റെയും ഭാഗമായിട്ട് ഫാക്ടറികളായാലും അതേപോലെ തന്നെ പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയാലും ക്വാറിങ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ പ്രകൃതിയിൽ പലതരത്തിലുള്ള പൊല്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പൊല്യൂഷൻ പ്രകൃതിയിലേക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വികസന പരിപാടികൾ എന്ത് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം, അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. നോക്കൂ, ആ ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് നോക്കാം. പോപ്പുലേഷൻ വിത്തൗട്ട് ഡെവലപ്മെന്റൽ ഇനിഷ്യേറ്റീവ്സ് ഈസ് മോർ എക്സ്പോസ്ഡ് ടു നാച്ചുറൽ ഹസാർഡ് ആൻഡ് അതർ calamities. At the same time, however, the development process itself might increase vulnerability for the same disasters. അതായത് ജനസംഖ്യാ വികസന സംരംഭങ്ങളല്ലാത്ത ജനസംഖ്യാ പ്രകൃതി ദുരന്തങ്ങൾക്കും മറ്റ് ദുരന്തങ്ങൾക്കും കൂടുതൽ വിധേയമാകുന്നു. പോപ്പുലേഷൻ വിത്തൗട്ട് ഡെവലപ്മെന്റൽ ഇനിഷ്യേറ്റീവ്സ് ഈസ് മോർ എക്സ്പോസ്ഡ് ടു നാച്ചുറൽ ഹസാർഡ് ആൻഡ് അതർ കലാമിറ്റി. ജനസംഖ്യാ വികസന സംരംഭങ്ങളല്ലാത്ത ജനസംഖ്യാ വികസന സംരംഭങ്ങളല്ലാത്ത ജനസംഖ്യ പ്രകൃതി ദുരന്തങ്ങൾക്കും മറ്റു ദുരന്തങ്ങൾക്കും കൂടുതൽ വിധേയരാകുന്നു. പോപ്പുലേഷൻ വിത്തൗട്ട് ഡെവലപ്മെന്റൽ ഇനിഷ്യേറ്റീവ്സ് ഈസ് മോർ എക്സ്പോസ്ഡ് ടു നാച്ചുറൽ ഹസാർഡ് ആൻഡ് അതർ കലാമിറ്റി. പോപ്പുലേഷൻ വിത്തൗട്ട് ഡെവലപ്മെന്റൽ ഇനിഷ്യേറ്റീവ്സ്, ജനസംഖ്യാ വികസന സംരംഭങ്ങളില്ലാത്ത ജനസംഖ്യ എന്തിനു കാരണമാകും? പ്രകൃതി ദുരന്തങ്ങൾക്കും മറ്റു ദുരന്തങ്ങൾക്കും കൂടുതൽ വിധേയരാകുന്നു. അറ്റ് ദ സെയിം ടൈം, എന്നിരുന്നാലും എന്താ അവിടെ പറയുന്നത്? however, the development process itself might increase vulnerability for the same disasters. അതേസമയം വികസന പ്രക്രിയ തന്നെ ദുരന്തങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ദാരിദ്ര്യവും അതേപോലെ തന്നെ ഈ ജനസംഖ്യാ വർധനവന്നെ ദുരന്തങ്ങൾക്ക് കാരണമാണ് എന്നാ പറയുന്നത്. ഒരുപാട് ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്കൊക്കെ വേണ്ട ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ എത്തിച്ചു കൊടുക്കുക എന്നത് ഗവൺമെന്റിന് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ പ്രകൃതിയെ അമിതമായി ഉപയോഗിക്കുകയാണ്. പോപ്പുലേഷൻ ഇൻക്രീസ് ആവുമ്പോൾ, പോപ്പുലേഷന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോൾ അത് പലതരത്തിലുള്ള പ്രകൃതിക്ക് പൊല്യൂഷൻ സൃഷ്ടിക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് പറയുന്നത് പോപ്പുലേഷനും
പോപ്പുലേഷന്റെ വളർച്ച ഈ എന്തിന് കാരണമാകുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം അമിതമായി ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സുകൾക്കും അമിതമായി ഉപയോഗിക്കപ്പെടേണ്ടി വരും. അതൊക്കെ നമ്മളുടെ ഭൂമിക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഇങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? പോവർട്ടി, ദാരിദ്ര്യം, പിന്നെ ദാരിദ്ര്യത്തിനും മാർജിനലൈസേഷൻ, അതേപോലെ തന്നെ ദുർബലതയ്ക്കും, പിന്നെ എന്തിനാണ് ഓവർ പോപ്പുലേഷൻ ആൻഡ് വാലുനറബിലിറ്റി. അപ്പോൾ ദാരിദ്ര്യം, പാർശ്വവൽക്കരണം, അമിത ജനസംഖ്യ, ദുർബലത എന്നിവ തമ്മിൽ അടുത്ത ബന്ധമാണ് നിലനിൽക്കുന്നത്. ദെർ ഈസ് എ ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ പോവർട്ടി, മാർജിനലൈസേഷൻ, ഓവർ പോപ്പുലേഷൻ ആൻഡ് വാലുനറബിലിറ്റി. അതായത് ദാരിദ്ര്യവും പിന്നെ ഏതാണ് പാർശ്വവൽക്കരണവും അമിത ജനസംഖ്യവും ദുർബലതയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് നിലനിൽക്കുന്നത്. ബൈ ആൻഡ് ലാർജ് പോവർട്ടി ഗീവ്സ് റൈസ് ടു വാലുനറബിലിറ്റി. പിന്നെന്താ പറയുന്നത്? ദാരിദ്ര്യം ദുർബലതയ്ക്ക് കാരണമാകുന്നു. ലാർജ് പോവർട്ടി ഗീവ്സ് റൈസ് ടു വാലുനറബിലിറ്റി. ഒരു രാജ്യത്തെ ആളുകൾ മുഴുവൻ ദരിദ്രരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനും കാരണമാകും? വാലുനറബിലിറ്റി വർദ്ധിക്കാനും കാരണമാകുന്നു. പോവർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ ആർ മോർ ലൈക്ലി ടു ലിവ് ഇൻ അൺവാലുനറബിൾ ഏരിയാസ്. പിന്നെന്താ അവിടെ പറയുന്നത്? ദരിദ്രരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ദുരന്ത മേഖലകളിൽ നിന്നും മാറി നിൽക്കാൻ അവിടെ എന്ത് ചെയ്യാണ്? സമരം ചെയ്യും. പോവർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ ആർ മോർ ലൈക്ലി ടു ലിവ് ഇൻ അൺവാലുനറബിൾ ഏരിയാസ്. അൺവാലുനറബിൾ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർബലമായ പ്രദേശങ്ങളിൽ ദരിദ്രരായ ആളുകൾ താമസിക്കാൻ ഇടവരികയും മാത്രമല്ല അത് അവരുടെ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു. Such as and slope prone to landslide in flood prone area, marginal agricultural land. പിന്നെന്താണ്? വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഇവര് എന്ത് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, മാറി താമസിക്കുന്നതിനൊക്കെ കാരണമാകാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താ? ഈ ദാരിദ്ര്യവും ജനസംഖ്യാ വർധനവ് ദാരിദ്ര്യത്തിന് കാരണമാകും. ദാരിദ്ര്യം എന്തിന് കാരണമാകും? വാലുനറബിലിറ്റിക്ക് കാരണമാകും. മാത്രമല്ല പോവർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ ആർ മോർ ലൈക്ലി ടു ലീവ് ഇൻ വാലുനറബിൾ ഏരിയ. അതായത് ദാരിദ്ര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ ആളുകൾ ഏത് ഏരിയയിലുള്ള ജനങ്ങളായിരിക്കും? വാലുനറബിൾ ഏരിയയിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുക? മണ്ണിടിച്ചിലും ഫ്ലോപ്പ് പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചില്, ഫ്ലഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ അതാണ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഇൻക്രീസ് വാലുനറബിലിറ്റി. അത് ദുർബല മേഖലകളിലാണ് എന്ത് വർദ്ധിപ്പിക്കേണ്ടത്? ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് വർദ്ധിപ്പിക്കേണ്ടത്. അപ്പൊ ദുർബല മേഖലകളിൽ എപ്പോഴും ആരായിരിക്കും ഉണ്ടായിരിക്കുക? ദരിദ്രരായ ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങളാണ്, അവർക്ക് വേണ്ട പ്രോഗ്രാമുകളാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഈ വാലുനറബിൾ ഏരിയയിൽ താമസിക്കുന്ന ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാട്ടോ. ഇതിൽ ഇത്രേ പറയണുള്ളൂ. ദുർബലമായ മേഖലകളിൽ താമസിക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അതുകൊണ്ട് അവർക്ക് വേണ്ട ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ കുട്ടികളെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഇൻക്രീസ് വാലുനറബിലിറ്റി. ദുർബല മേഖലകളിലെ ഡെവലപ്മെന്റ് പ്രോഗ്രാം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഏതൊക്കെ രീതിയിലാണ് ദുർബല മേഖലകളിലെ ഡെവലപ്മെന്റ് പ്ലാൻസുകൾ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചോളൂ. അർബൻ ഡെവലപ്മെന്റ് യൂഷ്വലി ലീഡ്സ് ടു ആൻ ഇൻഫ്ലോ ഓഫ് കമ്പാരബിളി ലോ ഇൻകം ഗ്രൂപ്പ് വിത്ത് ലാർജ് സ്കെയിൽ സെറ്റിൽമെന്റ് ഓൺ മാർജിനൽ ലാൻഡ് ഇൻ ഹൈ ഡെൻസിറ്റി പുവർ ക്വാളിറ്റി ഹൗസിംഗ്. അതായത് നഗരമേഖലകളിൽ പൊതുവെ ലോ ഇൻകം ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടായിരിക്കും. അർബൻ ഡെവലപ്മെന്റ് യൂഷ്വലി ലീഡ്സ് ടു ആൻ ഇൻഫ്ലോ ഓഫ് കമ്പാരബിളി
ഇൻഫ്ലോ ഓഫ് കമ്പാരബിളി ലോ ഇൻകം ഗ്രൂപ്പ്. അപ്പോൾ നഗരമേഖലകളിലെ കുറഞ്ഞ വരുമാനമുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ വിത്ത് ലാർജ് സ്കെയിൽ സെറ്റിൽമെൻറ്റ് ഓൺ മാർജിനൽ ലാൻഡ്, അവർക്ക് ഉയർന്ന തോതിലുള്ള സെറ്റിൽമെൻറ്റ്സ് ആണ് നൽകേണ്ടത്. ലാർജ് സ്കെയിൽ സെറ്റിൽമെൻറ്റ് ഓൺ മാർജിനൽ ലാൻഡ് ഓർ ഇൻ ഹൈ ഡെൻസിറ്റി. അവരെങ്ങനെ താമസിക്കുന്നവരായിരിക്കും? ഡെൻസിറ്റി പറഞ്ഞാൽ എന്താണ്? ജനസാന്ദ്രത ഏറിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും. പുവർ ക്വാളിറ്റി ഹൗസിങ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അവരേനെയാണ് എന്ത് ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടിയിട്ടാണ് വികസന പദ്ധതികൾ നടപ്പാക്കേണ്ടത്. അപ്പോൾ അർബൻ ഡെവലപ്മെന്റ് ആർക്ക് വേണ്ടിയിട്ട് ആയിരിക്കണം എന്നാണ് അവിടെ പറയണത്? അർബൻ ഡെവലപ്മെന്റ് യൂഷ്വലി ലീഡ്സ് ടു നഗര വികസനം ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ലോ ഇൻകം ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ ഭൂമിയില്ലാതെ ഇങ്ങനെ ഡെൻസിറ്റി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒന്നിച്ച് താമസിക്കുന്ന പുവർ ക്വാളിറ്റി ഹൗസിംഗ് മാത്രമുള്ള പാവപ്പെട്ടവരിലേക്കായിരിക്കണം അർബൻ മേഖലയിലെ ഡെവലപ്മെന്റ് അവർക്കാണ് ആ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അർബൻ ഡെവലപ്മെന്റ് യൂഷ്വലി ലീഡ്സ് ടു ആൻ ഇൻഫ്ലോ ഓഫ് കമ്പാരബിളി ലോ ഇൻകം ഗ്രൂപ്പ്. ലോ ഇൻകം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെറും താഴ്ന്ന വരുമാനം മാത്രമുള്ള പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകളിലേക്കാണ് എന്ത് ചെല്ലേണ്ടത്? നഗരവികസനം നൽകേണ്ടത്. നഗരവികസനം സാധാരണ താരതമ്യേന താഴ്ന്ന ഗ്രൂപ്പുകളിലേക്കായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അവർക്ക് അവരുടെ വീട് എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക ഷീറ്റ് കൊണ്ടും അങ്ങനെ തകരം കൊണ്ടും മാത്രം ഉള്ള വീടുകളായിരിക്കും. മാത്രമല്ല ഡെൻസിറ്റിയാണ്, ജനസാന്ദ്രത ഏറിയ പ്രദേശത്തിലായിരിക്കും ഇങ്ങനെ എന്താ പറയുക നമ്മൾ പറയല്ലോ കോളനികൾ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഒന്നിച്ച് ഒരുപാട് ആളുകൾ ഒന്നിച്ച് പാർക്കുന്ന ഏരിയ ആയിരിക്കും ഈ നഗരമേഖലകളിൽ ഉണ്ടായിരിക്കുക. അപ്പം അത്തരത്തിലുള്ള ചേരി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ അവർക്ക് വേണ്ട കാര്യങ്ങളാണ് നഗര വികസനത്തിലൂടെ നടപ്പാക്കേണ്ടത് എന്നതാണ് വാലനറബിലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? സെക്കൻഡ് പോയിന്റിലൂടെ പറയുന്നത് എന്താണ്? മറൈൻ ആൻഡ് കോസ്റ്റൽ സോൺ ഡെവലപ്മെന്റ് ലീഡ്സ് ടു പോപ്പുലേഷൻ consolidation exposed to potential high winds, storms, surge land, flood risk and flash flood. അതായത് പിന്നെന്താ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? സമുദ്ര തീരദേശ വികസനം ജനസംഖ്യ ഏകീകരണത്തിലേക്ക് നയിക്കുകയും അതേപോലെ തന്നെ ഉയർന്ന കാറ്റ്, കൊടുങ്കാറ്റ്, അതേപോലെ മറ്റ് അപകട സാധ്യതകൾ, വെള്ളപ്പൊക്ക സാധ്യത എന്നിവ വെളിപ്പെടുത്തുന്ന താഴ്ന്ന കാലാവസ്ഥ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്കാണ് എന്ത് നൽകേണ്ടത്? അവർക്ക് വേണ്ട ഡെവലപ്മെന്റ് ആണ് നൽകേണ്ടത്. മറൈൻ ആൻഡ് കോസ്റ്റൽ സോൺ ഡെവലപ്മെന്റ് പറഞ്ഞാൽ ആരേനെ ഉദ്ദേശിച്ചിട്ടാണ്? തീരദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട തീരദേശ നിവാസികൾക്ക് വേണ്ടിയിട്ടായിരിക്കണം മറൈൻ ആൻഡ് കോസ്റ്റൽ സോൺ ഡെവലപ്മെന്റ്. കാരണം അവർ എക്സ്പോസ്ഡ് പൊട്ടൻഷ്യൽ ഹൈ വിൻഡ്, പെട്ടെന്ന് വലിയ തരത്തിലുള്ള കാറ്റ് വീശാം, സ്ട്രോം സോറേജ്, ലാൻഡ് സ്ലൈഡ്, അതേപോലെ തന്നെ അവർക്ക് ലാൻഡ് സ്ലൈഡ് റിസ്ക്കും വെള്ളപ്പൊക്കം തുടങ്ങി മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കമൊക്കെ നേരിടുന്ന ഇത്തരത്തിലുള്ള തീരദേശത്തിലുള്ള ആളുകളേക്ക് വേണ്ടിയിട്ടാണ് ഏത് വികസനം നടപ്പാക്കേണ്ടത്? മറൈൻ ആൻഡ് കോസ്റ്റൽ സോൺ ഡെവലപ്മെന്റ്. അപ്പോൾ വാലനറബിലിറ്റിയുടെ ഭാഗമായിട്ട് ദുർബല മേഖലകളുടെ ഭാഗമായിട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്? ഒന്ന് അർബൻ ഡെവലപ്മെന്റ്, അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അർബൻ മേഖലയിൽ താമസിക്കുന്ന ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? മറൈൻ ആൻഡ് കോസ്റ്റൽ സോൺ പറഞ്ഞാല് അതായത് തീരദേശ വികസനം, തീരദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ
അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരെന്തെല്ലാം അഭിമുഖീകരിക്കുന്നവരായിരിക്കും? കാറ്റിനെയും അതേപോലെ തന്നെ മണ്ണിടിച്ചിലിനെയും ഫ്ലഡിനെയും ഒക്കെ തുടങ്ങിയ അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം മറൈൻ ആൻഡ് കോസ്റ്റൽ സോൺ. അതേപോലെ മൂന്നാമതായിട്ട് പറയുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വിത്തൗട്ട് അവയർനെസ് അബൌട്ട് എൻവയോൺമെന്റ് ഓഫ്റ്റൻ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നോക്കിക്കോളൂ. ഓഫ്റ്റൻ റിസൾട്ട് ഇൻ ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ലാൻഡ് ഫ്ലൈഡ്. അതായത് പിന്നെന്താണ്? ട്രാൻസ്പോർട്ട് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ activity without awareness about environment often result deforestation and increased risk of landslide. അതായത് ഇവിടെ നമുക്കറിയാം ഗതാഗതവൽക്കരണവും മറ്റ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റികളൊക്കെ എങ്ങനെ വേണമെന്നാണ് പറയുന്നത്? അതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് എന്താണ്? ഡീഫോറസ്റ്റേഷനും അതേപോലെ തന്നെ ലാൻഡ് ഫ്ലൈഡ് കുന്നിടിച്ചൽ വർദ്ധിക്കുന്നതിനൊക്കെ അത് കാരണമായി തീരുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വിത്തൗട്ട് അവയർനെസ് അബൌട്ട് എൻവയോൺമെന്റ് ഓഫ്റ്റൻ റിസൾട്ട് ഇൻ ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ലാൻഡ് ഫ്ലൈഡ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനും ഗതാഗതവും അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റികളൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് അതിന് കാരണമാകുന്നുണ്ട്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാട് വെട്ടി നശിപ്പിക്കുന്നതിനും ലാൻഡ് ഫ്ലൈഡ് റിസ്ക് മണ്ണിടിച്ചിലിനും കാരണമാകുന്നു. അതും ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഇൻക്രീസ് വാലനറബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അർബൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുക അവിടുത്തെ ഫ്ലം ഏരിയയിലെ പീപ്പിൾസിനാണ്. അതേപോലെ തന്നെ മറൈൻ ആൻഡ് കോസ്റ്റൽ സോൺ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുക എന്ന് പറഞ്ഞു. പിന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുക എന്ന് പറഞ്ഞു. അടുത്തതാണ് വാട്ടർ റിസോഴ്സ് പ്രൊജക്ട് സച്ച് ആസ് ഡാം ആൻഡ് ഇറിഗേഷൻ സ്കീം ഇൻക്രീസ് റിസ്ക് ഓഫ് ഫ്ലഡ് ഫ്ലോപ്പ് ഇൻസ്റ്റെബിലിറ്റി ഓർ ഡാം ഫെയിലർ. വികസനത്തിന്റെ ഭാഗമായിട്ട് വലിയ വലിയ വാട്ടർ റിസോഴ്സ് പ്രൊജക്റ്റുകളായിട്ടുള്ള ഡാം, ഇറിഗേഷൻ സ്കീം ഇതൊക്കെ വലിയ ഡാമുകളും ജലസേചന സൗകര്യമൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് എന്തിനു കാരണമാകും? ഫ്ലഡ് ഉണ്ടാകുന്നതിനും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനും അതേപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാകുന്നതിനും ഡാമിന് ചോർച്ച സംഭവിക്കുന്നതിനൊക്കെ കാരണമാകുമെന്നാണ് പറയുന്നത്. അണക്കെട്ടുകൾ, ജലസേചന പദ്ധതികൾ തുടങ്ങിയ ജലവിഭവ പദ്ധതികൾ വെള്ളപ്പൊക്ക സാധ്യത അതേപോലെ തന്നെ ചെരിഞ്ഞ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നതിനും അണക്കെട്ട് തകരുന്നതിനൊക്കെ കാരണമാകും. അപ്പൊ ഇവിടെ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്ത് വർദ്ധിക്കുന്ന പറയുന്നത്? ദുർബലത വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഇപ്പൊ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളായിട്ടുള്ള അർബൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ദുരന്ത ആരാണ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുക? പുവർ ക്വാളിറ്റി ഹൗസിംഗ് പീപ്പിൾസ് ആണ്. അതേപോലെ തന്നെ മറൈൻ ആൻഡ് കോസ്റ്റൽ സോണിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുക ആരായിരിക്കും? തീരദേശ നിവാസികളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? അതായത് ഹൈ വിൻഡ് ഉണ്ടാവും, സ്റ്റോം സർജ്, ലാൻഡ് ഫ്ലൈഡ് റിസ്ക് ഉണ്ടാവും, ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായിരിക്കും. ഇതൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതേപോലെ ട്രാൻസ്പോർട്ട് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഡീഫോറസ്റ്റേഷൻ ആൻഡ് റിസ്ക് ലാൻഡ് ഫ്ലൈഡ് ഉണ്ടാവും. അതേപോലെ തന്നെ വാട്ടർ പ്രൊജക്റ്റുകളായിട്ടുള്ള ഡാമും ഇറിഗേഷൻ ഫെസിലിറ്റിയും വർദ്ധിക്കുമ്പോൾ അതും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും. ഫ്ലഡിനും അതേപോലെ തന്നെ ഡാം ഫെയിലിയറിനും കാരണമാകുന്നു. പിന്നെ വാട്ടർ റിസോഴ്സ് പ്രൊജക്റ്റ് നമ്മൾ പറഞ്ഞു. അടുത്ത പോയിന്റാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പുവർലി മാനേജ്ഡ് ഹസാർഡ് ഇൻഡസ്ട്രി മൈറ്റ് റിസൾട്ട് ഇൻ concentration of population around the high risk zone of plant, exposing unaware population to high hazard chemical or other industrial disasters. അതായത് ഇവിടെ എന്താ പറയുന്നത്? വ്യവസായശാലകൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോപ്പർലി മാനേജ്ഡ് ഹസാർഡ് ഇൻഡസ്ട്രി മൈറ്റ് റിസൾട്ട് ഇൻ അതായത് വലിയ വലിയ ഇൻഡസ്ട്രി വ്യവസായശാലകൾ ഉണ്ടാകുന്നത് എന്തിന് കാരണമാകുന്നു?
റിസൾട്ട് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പീപ്പിൾ അറൗണ്ട് ഹൈ റിസ്ക് സോൺ ഓഫ് പ്ലാന്റ്. അതായത് ഒരുപാട് ജനങ്ങൾ പല ദോഷങ്ങളും അഭിമുഖീകരിക്കാൻ കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മോശം മാനേജ്മെന്റുള്ള അപകടകരമായ വ്യവസായങ്ങളിലെ നിക്ഷേപം പ്ലാന്റിന്റെ ഉയർന്ന അപകട സാധ്യത ഉണ്ടാകുന്നതിനും ജനസംഖ്യ മാത്രമല്ല അത് ജനങ്ങളെ ഉയർന്ന രീതിയിൽ അപകടകരമായ രീതിയിലേക്ക് നയിക്കുക. കാരണം കെമിക്കൽ അസാർട്സ് ഒക്കെ ഉണ്ടാവുക, കെമിക്കൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രികളുടെ ഡെവലപ്മെന്റും അതായത് നേരെ മാനേജ്മെന്റ് ചെയ്യാത്ത ഒരു വ്യവസായശാലകൾ ഉയർന്നു വന്നാലും അത് എന്തിനൊക്കെ കാരണമാകും? അതായത് പോപ്പുലേഷനെ ജനസംഖ്യയ്ക്ക് അത് ഹാനികരമായി ബാധിക്കുകയും മാത്രമല്ല കെമിക്കൽ അസാർട്സുകളും അതേപോലെ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകാൻ കാരണമാകും. പിന്നെന്താണ് അടുത്ത പോയിന്റ്? ലീവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് പ്രൊജക്ട് റിസൾട്ട് ഇൻ എക്സ്റ്റെൻസീവ് ലോസ് ഓഫ് വെജിറ്റേഷൻ കവർ ലീഡിങ് ടു ഡിസർട്ടിഫിക്കേഷൻ. അതേപോലെ തന്നെ അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്? ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് കന്നുകാലി വികസന പദ്ധതികൾ സസ്യജാലങ്ങളുടെ വ്യാപകമായ നാശത്തിന് കാരണമാകുന്നു. അത് മരുഭൂമീകരണത്തിനും കാരണമാകുന്നു, ഡിഫോറസ്റ്റേഷനും കാരണമാകുന്നു. ഡിഫോറസ്റ്റേഷൻ അല്ല ഡിസർട്ടിഫിക്കേഷൻ. ഡിസർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിവൽക്കരണത്തിനും കാരണമാകുന്നു. അപ്പോൾ ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് കന്നുകാലി വികസന പദ്ധതികൾ സസ്യജാലങ്ങളുടെ വ്യാപകമായ നാശത്തിനും കാരണമാകും, മാത്രമല്ല മരുഭൂമീകരണത്തിനും കാരണമാകുന്നു. അടുത്ത പോയിന്റാണ് അഗ്രികൾച്ചറൽ പ്രൊജക്റ്റ് പ്രൊമോട്ടിംഗ് ക്യാഷ് ക്രോപ്പ് മൈറ്റ് റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് എസെൻഷ്യൽ ഫുഡ്. നാണ്യവിളകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാർഷിക പദ്ധതികൾ എന്തിനു കാരണമാകാം? അതായത് ഭക്ഷണങ്ങളുടെ ഉൽപാദനം കുറയാനും കാരണമാകാം, മറ്റ് ഭക്ഷ്യവിളകളുടെ ഉൽപാദനം കുറയാൻ കാരണമാകും. നാണ്യവിളകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് മറ്റ് വിളകൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. അഗ്രികൾച്ചറൽ പ്രൊജക്റ്റ് പ്രൊമോട്ടിംഗ് ക്യാഷ് ക്രോപ്പ് മൈറ്റ് റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് എസെൻഷ്യൽ ഫുഡ്. നാണ്യവിളകളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് എസെൻഷ്യൽ ഫുഡിന്റെ പ്രൊഡക്ഷനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അഗ്രികൾച്ചറൽ പ്രൊജക്റ്റ് പ്രൊമോട്ടിംഗ് ക്യാഷ് ക്രോപ്സ്. ക്യാഷ് ക്രോപ്സ് പറഞ്ഞാൽ നാണ്യവിളകൾ. നാണ്യവിളകളുടെ ഉൽപാദനത്തിന് പ്രോത്സാഹനം നടത്തുമ്പോൾ ഭക്ഷ്യവിളകൾക്ക് നാണ്യവിളയുണ്ട്, ഭക്ഷ്യവിളയുണ്ട്. ഭക്ഷ്യവിള പറഞ്ഞാൽ എന്താ? നമ്മൾ നെല്ല്, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ അതൊക്കെ ഭക്ഷ്യവിളകളാണ്. നാണ്യവിളകൾ പറഞ്ഞാൽ എന്താണ്? അതായത് ക്യാഷ് ക്രോപ്സ് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ക്രോപ്സും ഉണ്ട്, ക്യാഷ് ക്രോപ്സും ഉണ്ട്. ക്യാഷ് ക്രോപ്സ് പറഞ്ഞാൽ നമുക്കറിയാം നാണ്യവിളകൾ എന്ന് പറയുമ്പോൾ റബ്ബർ, അതുപോലെയുള്ള അടയ്ക്ക, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ നാണ്യവിളകൾ എന്ന് പറയുക. അപ്പോൾ അത് നാണ്യവിളകൾ മാത്രം പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിനെ നെഗറ്റീവായി ബാധിക്കും? ഭക്ഷ്യവിളകളെ നെഗറ്റീവ് അഡ്വേഴ്സലി ആയിട്ട് എഫക്റ്റ് ചെയ്യും എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ വർദ്ധിക്കുമ്പോൾ എന്ത് കൂടാൻ കാരണം? ദുർബലത വർദ്ധിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ വർദ്ധിക്കുമ്പോൾ ദുർബലത വർദ്ധിക്കുന്നു പറയാനുള്ള കാരണം ഇതുകൊണ്ടൊക്കെയാണ്. അർബൻ ഡെവലപ്മെന്റ് ഉണ്ടായി അത് ആരെയെ ബാധിക്കുക? പുവർ പീപ്പിൾസിനെയും സ്ലം ഏരിയയിലുള്ള ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ ബാധിക്കും. മറൈൻ ആൻഡ് കോസ്റ്റൽ സോൺ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ തീരദേശ മേഖലകളിലെ വികസനവും ആരെ ബാധിക്കും? അവിടെയുള്ള തീരദേശ നിവാസികളെ ബാധിക്കും. അതേപോലെ ട്രാൻസ്പോർട്ടേഷനും കൺസ്ട്രക്ഷനും ഒക്കെ എന്തിനു കാരണമാകുന്നുണ്ട്? ഡിഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നതിനും ലാൻഡ് മണ്ണിടിച്ചിലുണ്ടാകുന്നതിനും കാരണമാകും. വാട്ടർ റിസോഴ്സ് പ്രൊജക്റ്റുകൾ എന്തിനു കാരണമാകുന്നുണ്ട്? ഫ്ലഡിനും അതേപോലെ തന്നെ ഡാം ഫെയിലിയർ ആവുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വ്യവസായശാലകൾ ഉയർന്നു വരുന്നത് എന്തിനു കാരണമാകുന്നു? ഒരുപാട് പോപ്പുലേഷൻ അത് എഫക്റ്റീവായി ബാധിക്കുന്നുണ്ട്, മാത്രമല്ല കെമിക്കൽ അസാർഡും ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററും ഉണ്ടാവാൻ കാരണമാകും. അതേപോലെ പിന്നെന്താ പറയുന്നത്? ലീവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് പ്രൊജക്റ്റ്. ലീവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് പറഞ്ഞാൽ എന്താ? കന്നുകാലി വികസന പദ്ധതികളുടെ ഭാഗമായിട്ട് കന്നുകാലികൾ വല്ലാതെ വളർന്നു കഴിഞ്ഞാൽ അതെന്തിനെ ബാധിക്കും? മരുഭൂമി ഉണ്ടാവാം, കാരണം പച്ചപ്പ് നഷ്ടപ്പെടാൻ കാരണമാകും. അഗ്രികൾച്ചറൽ പ്രൊജക്റ്റ്
അഗ്രികൾച്ചറൽ പ്രൊജക്റ്റ് ആയിട്ടുള്ള ക്യാഷ് ക്രോപ്പ് വർദ്ധിച്ചാൽ അത് ഏതിനെ ബാധിക്കും? ഫുഡ് ക്രോപ്പിന്റെ പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ വികസനത്തിന്റെ പേരിലുള്ള ഈ അതായത് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ എന്ത് വർദ്ധിക്കാൻ കാരണമാകുന്നു എന്നാ പറയുന്നത്? വാല്യുനറബിലിറ്റി, ദുർബലത അഥവാ അപകടങ്ങൾ ഉണ്ടാകുന്നത് വർദ്ധിക്കാൻ കാരണമാകുന്നു എന്നത് ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. എത്ര പോയിന്റുകൾ നമ്മൾ പഠിച്ചു? 1, 2, 3, 4, 5, 6, 7, 8. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം. വികസനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഓരോ പ്രോഗ്രാമുകളും എന്ത് വർദ്ധിക്കാൻ കാരണമാകും? ദുർബലത വർദ്ധിക്കാൻ കാരണമാകുന്നു എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അടുത്ത ടോപ്പിക് നമുക്ക് എടുക്കാനുള്ളത് ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഡിക്രീസ് വാല്യുനറബിലിറ്റി. ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ദുർബലത എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യാൻ, അതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ടോപ്പിക്. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് 11th യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ഏതാണ്? ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് ഡിക്രീസ് വാല്യുനറബിലിറ്റി. ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ അത് എന്ത് കുറയാൻ കാരണമാകുന്നുണ്ട്? വാല്യുനറബിലിറ്റി, ദുർബലത ഡിക്രീസ് ചെയ്യുന്നു. ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ക്യാൻ ഡിക്രീസ് വാല്യുനറബിലിറ്റി. അങ്ങനെ പറഞ്ഞാല് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ രൂപം കൊടുക്കുമ്പോൾ അത് എന്ത് കുറയ്ക്കാൻ കാരണമാകുന്ന പറയുന്നത്? ദുർബലത അഥവാ വാല്യുനറബിലിറ്റി കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. വികസന പരിപാടികൾക്ക് എന്ത് കുറയ്ക്കാൻ കഴിയും? അപകട സാധ്യത അഥവാ വാല്യുനറബിലിറ്റി കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഈ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ അപകട സാധ്യത അഥവാ വാല്യുനറബിലിറ്റി കുറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 പോയിന്റുകളായിട്ടാണ് ഇവിടെ പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ് ആർ യൂസ്ഡ് ടു ഡിക്രീസ് ദ എക്കണോമിക് ആൻഡ് social impact of hazard and involve programs of construction, particularly dam, terracing, windbreak and hazard resistant buildings. അതായത് അപകടങ്ങളുടെ സാമ്പത്തികവും സാമൂഹികമായ ആഘാതം കുറയ്ക്കുന്നതിന് ഘടനാപരമായ ലഘൂകരണ നടപടികൾ ഉപയോഗിക്കുന്നു. അതായത് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടനാപരമായ ലഘൂകരണ പരിപാടികൾ. എന്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട്? അതായത് അപകടങ്ങളുടെ ഹസാർഡ്സിന്റെ സാമ്പത്തികമായിട്ടും ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ. അപ്പൊ ഹസാർഡ് ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആഘാതം കുറയ്ക്കുന്നതിന് ഘടനാപരമായ ലഘൂകരണ നടപടികൾ ഉപയോഗിക്കുന്നു. കൂടാതെ നിർമ്മാണ പരിപാടികൾ, പ്രോഗ്രാംസ് ഓഫ് കൺസ്ട്രക്ഷൻ, നിർമ്മാണ പരിപാടികളും ഏതൊക്കെയാണ്? നിർമ്മാണ പരിപാടികൾ എന്ന് പറയുമ്പോൾ ഡാം, ട്രേസിങ്, വിൻഡ് ബ്രേക്കുകള്, ഇത്തരത്തിലുള്ള അപകട പ്രതിരോധ ശേഷിയുള്ള കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ടിങ് പ്രോഗ്രാംസുകൾ ഏതൊക്കെ? ഡാം, ട്രേസിങ്, വിൻഡ് ബ്രേക്ക്, അതേപോലെ തന്നെ അപകടത്തെ തരണം ചെയ്യുന്നതിനുള്ള ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുന്നത് വഴി എന്ത് കുറയ്ക്കാൻ കഴിയുന്ന പറയുന്നത്? ഹസാർഡിന്റെ തീവ്രത അഥവാ സാമൂഹികമായും സാമ്പത്തികമായും അപകടങ്ങളുടെ സാമ്പത്തികവും സാമൂഹികമായ ആഘാതം കുറയ്ക്കുന്നതിന് എന്ത് സാധിക്കുന്നുണ്ട്? സ്ട്രക്ചറൽ മിറ്റിഗേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോ ഒരു ഘടനാപരമായിട്ടുള്ള മിറ്റിഗേഷൻ നടപ്പാക്കുന്നത് വഴി സാമൂഹികമായും സാമ്പത്തികമായും ഉണ്ടാകുന്ന അപകടങ്ങളുടെ തീവ്രത ഒരു പരമാവധി വരെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെ പറയുന്നത്. അതുവഴി എന്തിനൊക്കെ രൂപം കൊടുക്കാന്നാ പറയുന്നത്? ഇൻവോൾവ് പ്രോഗ്രാംസ് ഓഫ് കൺസ്ട്രക്ഷൻ, ഒരുപാട് നിർമ്മാണ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നുണ്ട്. ഡാമുകള്, ട്രേസിങ്, വിൻഡ് ബ്രേക്ക്, ഹസാർഡ് റെസിസ്റ്റന്റ് ബിൽഡിങ്. അതായത് ഹസാർഡ് റെസിസ്റ്റന്റ് ബിൽഡിങ് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കറിയാം പ്രതിരോധ ശേഷിയുള്ള കെട്ടിടങ്ങളെ നമ്മള് നല്ല ഉറപ്പുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോഴേ
എന്തോ അപകടം വന്നാലും ആ കെട്ടിടങ്ങൾ താഴേക്ക് പതിക്കാതെ നിലനിൽക്കുള്ളൂ. അപ്പൊ ബിൽഡിംഗ് ഒക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ രൂപം കൊടുക്കുന്നത് വഴി ഒരു പരിധി വരെ എന്ത് ഒഴിവാക്കാൻ സാധിക്കുന്ന പറയുന്നത് ദുർബലത കുറയ്ക്കാൻ സഹായിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റിലൂടെ ഇവിടെ വിശകലനം ചെയ്യുന്നത്. അടുത്തത് രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളൂ. നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ഈസ് മോസ്റ്റ്ലി കൺസേൺഡ് വിത്ത് policies and practices as well as land use policies, zoning, crops diversification, building codes and method for prediction and warning. അതായത് ഘടനാപരമല്ലാത്ത ലഘൂകരണം പ്രധാനമായും നയങ്ങളും രീതികളും ഭൂവിനിയോഗ നയങ്ങളെ, സോണിങ്, വിളവൈവിധ്യവൽക്കരണം, കെട്ടിടങ്ങളെ, വിശാലമായ മായിട്ടുള്ള സന്ദർഭത്തിൽ അതിനെ മുന്നറിയിപ്പുകൾ, രീതികൾ തുടങ്ങി അപകടം ലഘൂകരിക്കുന്നതിനുള്ള അവബോധം, വിദ്യാഭ്യാസം, സാമൂഹിക ധാരണ, സഹകരണ സംഘടനകളെ, തൊഴിൽ തന്ത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ അതായത് ഘടനാപരമല്ലാത്ത മിറ്റിഗേഷൻ ലഘൂകരണം പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ഈസ് മോസ്റ്റ്ലി കൺസേൺഡ് വിത്ത് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. പോളിസി പറഞ്ഞ എന്താ? നയങ്ങൾ. പ്രാക്ടീസ് പറഞ്ഞ രീതികൾ. അപ്പോ ഘടനാപരമല്ലാത്ത ലഘൂകരണം നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്തിനെയാണ് ഇവിടെ കൺസേൺ ചെയ്യുന്നത്? പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്, നയങ്ങളും രീതികളുമാണ് പരിഗണിക്കുന്നത്. അതിലൂടെ as well as land use policy, ഭൂമിയുടെ വിനിയോഗത്തെ കുറിച്ചും അതേപോലെ തന്നെ സോണിങ്ങിനെ കുറിച്ചും ക്രോപ്സ് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചും വിളവൈവിധ്യവൽക്കരണത്തെ കുറിച്ചും ബിൽഡിംഗ് കോഡുകളെ കുറിച്ചും മെത്തേഡ്സുകളെ കുറിച്ചും വിവിധ തരത്തിലുള്ള മെത്തേഡ്സ് പ്രവചനവും വാണിങ്ങും നൽകുന്നതിനൊക്കെ ഏത് സഹായിക്കുന്നുണ്ട്? നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ഒരു നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഘടനാപരമല്ലാത്ത ലഘൂകരണം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൺസേൺ ചെയ്യുന്നത്? പോളിസീസ് ആൻഡ് പ്രാക്ടീസ്, ലാൻഡ് യൂസ് പോളിസീസ്, സോണിങ്, ക്രോപ്സ് ഡൈവേഴ്സിഫിക്കേഷൻ, ബിൽഡിംഗ് കോഡ്സ്, മെത്തേഡ് ഫോർ പ്രഡിക്ഷൻ ആൻഡ് വാർണിംഗ്. എന്താ മെത്തേഡ് ഫോർ പ്രഡിക്ഷൻ ആൻഡ് വാർണിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചിക്കുക. വാർണിംഗ് പറഞ്ഞാൽ എന്താ? മുന്നറിയിപ്പ് കൊടുക്കുക. എന്തിനെ കുറിച്ച്? അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള പ്രവചനവും വാർണിംഗ് ഒക്കെ നൽകാൻ ഏതിലൂടെ കഴിയുന്നുണ്ട് എന്നാ പറയുന്നത്? നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിലൂടെ കഴിയുന്നുണ്ട്. അപ്പൊ നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനിലൂടെ എന്തൊക്കെയാണ് അവിടെ കൺസേൺ ചെയ്യുന്നത്? അതായത് പോളിസീസ് ആൻഡ് പ്രാക്ടീസ്, ലാൻഡ് യൂസ് പോളിസീസ്, സൂണിങ്, ക്രോപ്സ് ഡൈവേഴ്സിഫിക്കേഷൻ, ബിൽഡിംഗ് കോഡ്, മെത്തേഡ് ഫോർ പ്രഡിക്ഷൻ ആൻഡ് വാർണിംഗ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, പലതരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നു പറയുന്നത്? വാല്യുനറബിലിറ്റിയുടെ അതായത് ദുർബലതയുടെ ആ കാഠിന്യം ഡിക്രീസ് ചെയ്യാൻ ഏതിന് കഴിയുന്നുണ്ട്? ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന് സാധിക്കുന്നുണ്ട്. ഇപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതൊരു പരിധി വരെ വാല്യുനറബിലിറ്റി കുറയ്ക്കാൻ കാരണമാകുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ എടുക്കുന്നത്, ഡിസാസ്റ്റേഴ്സ് ആസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. അതായത് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വികസനങ്ങളും ഉണ്ടാകും. അത് ഒരുപാട് കാരണം അവസരങ്ങൾ നൽകുന്നുണ്ട് എന്നാ പറയുന്നത്. അതായത് ഇവിടെ ശ്രദ്ധിക്കൂ, ഡിസാസ്റ്റേഴ്സ് ആസ് opportunity for development initiatives. Disasters can be carrier of effective development program. അതായത് വികസന സംരംഭങ്ങൾക്കുള്ള അവസരങ്ങളാണ് ദുരന്തങ്ങൾ. ഡിസാസ്റ്റർ പറഞ്ഞാൽ ദുരന്തം. ആ ഡിസാസ്റ്റർ എന്തിനുള്ള അവസരമാണ്? ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെന്റ്.
വികസന സംരംഭങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഏത്? ഡിസാസ്റ്റേഴ്സ്. ചില ദുരന്തങ്ങളാണ് ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുക. ചില റോഡ് ദുരന്തങ്ങൾ, വിമാന ദുരന്തങ്ങൾ, ട്രെയിൻ ദുരന്തങ്ങൾ. അപ്പൊ ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാച്ചുറൽ കലാമിറ്റി ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ട് അല്ലെ. ദുരന്തം എന്ന് പറഞ്ഞാൽ പല രീതിയിലും ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ഡിസാസ്റ്റർ എന്തിലേക്ക് വഴി വെക്കുന്നാണ് ഇവിടെ പറയുന്നത്? ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സിന് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ചില ദുരന്തങ്ങളാണ് ഡെവലപ്മെന്റ് വികസന സംരംഭങ്ങൾക്കുള്ള അവസരമാകുന്നത് എന്നാണ് പറയുന്നത്. ചില ഡിസാസ്റ്റേഴ്സ് എന്തിനേക്ക് വഴിവെക്കുന്നു? ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഓപ്പർച്യൂണിറ്റികളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ദുരന്തം ഉണ്ടാകുമ്പോഴേ അധികൃതരുടെ കണ്ണു തുറക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അതിന് വേണ്ട അടുത്തൊരു ദുരന്തം ഫേസ് ചെയ്യാതിരിക്കാൻ അതിൻ്റെ മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കണമെങ്കിൽ ചില സമയത്ത് എന്തുണ്ട് എന്നാ പറയുന്നത്? ദുരന്തങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ദുരന്തങ്ങൾ ചിലപ്പോൾ എന്തിന് കാരണമാകുന്നുണ്ട്? ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സിന് കാരണമാകുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ആ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് കാരണമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 2 പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഹൈലൈറ്റ് particular areas of vulnerability. For example, areas where huge losses of life have occurred or where the economic damage is disproportionate to the strength of the impact. അതായത് അപ്പോ ദുരന്തങ്ങളാണ് വികസനത്തിന്റെ സംരംഭങ്ങളുടെ അവസരം ഒരുക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഏതൊക്കെ രീതിയിലാണ് പറയുന്നത്? ദുരന്തങ്ങൾക്ക് പ്രത്യേക ദുർബല മേഖലകളെ എടുത്തു കാണിക്കാൻ കഴിയും. ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഹൈലൈറ്റ് ചെയ്യുക പറഞ്ഞത് എടുത്തു കാണിക്കുക. എങ്ങനത്തെ ഏരിയ? പാർട്ടിക്കുലർ ഏരിയാസ് ഓഫ് വാൽനറബിലിറ്റി. ദുർബലമായ ഏരിയകളെ ഹൈലൈറ്റ് ചെയ്യാൻ എന്തിനു കഴിയുന്നു? ഡിസാസ്റ്റേഴ്സിന് കഴിയുന്നു. നമുക്കറിയാം, നമ്മളൊരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായ വയനാടിലുണ്ടായ ഉരുൾപൊട്ടല്. അപ്പൊ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ ദുരന്തം ഉണ്ടായോണ്ടാണ്. അപ്പൊ ദുരന്തങ്ങൾ ചിലപ്പോൾ ചില പ്രദേശങ്ങളെ, പാർട്ടിക്കുലർ ഏരിയാസിനെ എന്ത് ചെയ്യാൻ കഴിയുന്ന പറയുന്നത്? ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. Disasters can highlight particular areas of vulnerability. അതായത് ദുർബലമായ പ്രദേശങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ എന്ത് കാരണമാകുന്നു? ഡിസാസ്റ്റേഴ്സ് കാരണമാകുന്നു. ആൻഡ് ദെൻ അതിന് ഉദാഹരണം പറയാണ്. ഫോർ എക്സാമ്പിൾ, ഏരിയാസ് വേർ ഹ്യൂജ് ലോസസ് ഓഫ് ലൈഫ് ഹാവ് ഒക്കേർഡ് ഓർ വേർ ദ എക്കണോമിക് ഡാമേജ് ഈസ് disappropriate to the strength of the impact. ഉദാഹരണത്തിന് വലിയ തോതിലുള്ള ജീവഹാനി സംഭവിച്ച സ്ഥലങ്ങൾ, വലിയ തോതിൽ ഡാമേജ് സംഭവിച്ച സ്ഥലങ്ങൾ, പലതരത്തിലുള്ള ആഘാതങ്ങൾ ഏറ്റ സ്ഥലങ്ങൾ, സാമ്പത്തിക നഷ്ടം നേരിട്ട സ്ഥലങ്ങൾ, ഇവയൊക്കെയാണ് പൊതുവെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? എടുത്തു കാണിക്കാനും അവിടെ വികസനം കൊണ്ടുവരാനും സാധിക്കുക. അപ്പൊ കുട്ടികളെ, ഒരു ഡെവലപ്മെന്റ് ഡിസാസ്റ്റർ ആണ് ഡെവലപ്മെന്റിന്റെ വഴികാട്ടി അഥവാ അവസരം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ചില ആരും തിരിഞ്ഞു നോക്കാത്ത ചില പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ അവിടെ നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുക? എക്കണോമിക്കലായിട്ടും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡാമേജുകളായിട്ടും പലതരത്തിലുള്ള നഷ്ടങ്ങൾ, ഹ്യൂജ് ലോസസ് എന്നൊക്കെ പറയണത്. അതായത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെയാണ് ആ ഏരിയ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുകയും അവിടെ എന്ത് കൊണ്ടുവരാൻ കഴിയുന്ന പറയുന്നത്? ഡെവലപ്മെന്റ് വികസന സംരംഭങ്ങൾ തുടങ്ങാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ പറയാനുള്ള കാരണം ഡിസാസ്റ്റേഴ്സ് ആസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തെ കാരണം എന്തായെന്ന് നമുക്ക് നോക്കാം. ഫോർ എ ഫ്യൂ വീക്സ് ഓർ മന്ത്സ് the political environment may favor a much higher rate of economic and social change than before in areas
such as land reform, housing improvement, new job training and restructuring the economic base. അതായത് പിന്നെന്താണ് പറയുന്നത്, for a few weeks or months, അതായത് ഭൂപരിഷ്കരണം, ഭവന മെച്ചപ്പെടുത്തലുകൾ, പുതിയ തൊഴിൽ പരിശീലനം, സാമ്പത്തിക മേഖല പുനഃക്രമീകരിക്കൽ തുടങ്ങിയ മേഖലകളിൽ വളരെയധികം ഉയർന്ന നിരത്തിലുള്ള സാമ്പത്തികവും സാമൂഹികമായ മാറ്റത്തിന് രാഷ്ട്രീയ അന്തരീക്ഷം ഏതാനും ആഴ്ചകളോ മാസങ്ങളോ അനുകൂലമായിരിക്കാം. അപ്പൊ ഒരു ദുരന്തം നടന്ന പ്രദേശത്ത് ആഴ്ചകളോളം അഥവാ മാസങ്ങളോളം പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, രാഷ്ട്രീയ സമൂഹം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പറയുന്നത്, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഭൂപരിഷ്കരണമായിട്ടും ഹൗസിംഗ് ഇംപ്രൂവ്മെന്റ് ആയിട്ടും ന്യൂ ജോബ് ട്രെയിനിങ് ആയിട്ടും അതേപോലെ തന്നെ റെസ്ട്രക്ചറിങ് ആയിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രദേശത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ആരുടെ ശ്രദ്ധ ഉണ്ടായിരിക്കും? പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്സ്, രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകളുടെ ഒരു ശ്രദ്ധ ആഴ്ചകളോളം അഥവാ മാസങ്ങളോളം നിലനിൽക്കും. ഇതിന് എങ്ങോട്ടും പോകണ്ട. ഇതിന്റെ ഉദാഹരണം ഏതാ? വയനാട് ദുരന്തം അതിനൊരു നമുക്കൊരു എക്സാമ്പിൾ തന്നെയാണ്. കാരണം ആഴ്ചകളോളം മാസങ്ങളോളം അവിടേക്ക് തന്നെ കണ്ണും നട്ട് ഇപ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യാറുണ്ട് അല്ലെ. മീഡിയാസുകളാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും അവിടേക്ക് ഫണ്ട് അനുവദിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേന്ദ്ര തലത്തിലൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതാണ് പറയുന്നത്, ചില ദുരന്തങ്ങളാണ് ചില പ്രദേശങ്ങളുടെ ഡെവലപ്മെന്റിന് കാരണമാകുന്നത് എന്ന് പറയാനുള്ള കാരണം. അത് കരുതിയിട്ട് ദുരന്തം ഉണ്ടാവണം എന്ന് ആരും ആഗ്രഹിക്കരുത് കേട്ടോ. ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനും അത് കാരണമാകും. പക്ഷെ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അധികൃതർ എന്ത് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുക? സാമ്പത്തികമായിട്ടും എക്കണോമിക്കലായിട്ടും സാമൂഹികമായിട്ടും ലാൻഡ് റീഫോം ആയിട്ടും ഹൗസിംഗ് ഇംപ്രൂവ്മെന്റ് ആയിട്ടും ന്യൂ ജോബ് ട്രെയിനിങ് ആയിട്ടും റീസ്ട്രക്ചറിങ് ആയിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും ശ്രദ്ധ പുലർത്തണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ആ പ്രദേശങ്ങളിൽ എന്തുണ്ടാവുമ്പോഴാണ് എന്നാ പറയുന്നത്, ദുരന്തം ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ദുരന്തം എന്തിനു വഴിവെക്കുന്ന, എന്തിനു അവസരം ഒരുക്കുന്ന പറയണത്? ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? ദുരന്തം ഒരു ഡെവലപ്മെന്റിന് അവസരമൊരുക്കും. ഡെവലപ്മെന്റിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഏത് കാരണമാകുന്നു പറയാനുള്ള കാരണം? ദുരന്തം കാരണമാകുന്നു എന്ന് പറയാനുള്ള കാരണം. ഈ രണ്ട് ടോപ്പിക്കും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. കാരണം ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഡിക്രീസ് വാല്യനറബിലിറ്റി. ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്തിന്റെ തീവ്രത കുറയ്ക്കും? വാല്യനറബിലിറ്റിയുടെ തീവ്രത കുറയ്ക്കും. അതേപോലെ തന്നെയാണ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ഉണ്ടാവുന്നുണ്ട് എന്നാ പറയുന്നത്? ദുരന്തമാണ് ഏതിന്റെ അവസരം ഉണ്ടാക്കുന്നത്? ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സിന് അവസരം ഉണ്ടാക്കുന്നത്. ഈ രണ്ട് ടോപ്പിക്കും ഏകദേശം ഒരേ ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പൊ ഇതിലെ രണ്ടിലത്തെയും പോയിന്റ്സുകൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക് എന്താ എന്ന് നമുക്ക് നോക്കാം. അടുത്ത ടോപ്പിക്കില് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം, ശ്രദ്ധിച്ചോളൂ. അതായത് നെക്സ്റ്റ് ടോപ്പിക്കില് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതായത് അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക്. എന്താ അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാല്, വേൾഡ് ബാങ്കിന്റെ അഭിപ്രായത്തിൽ ദുരന്ത മേഖലയെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 164 164 പേജ് നമ്പറിൽ ഉണ്ടായിരിക്കും. ഇറ്റ് മാൻഡേറ്ററി ടു റിവ്യൂ ദ കറന്റ് വേൾഡ് ബാങ്ക് ക്രൈറ്റീരിയ ഫോർ എമർജൻസി ലെൻഡിങ് ഫോർ പോസ്റ്റ് ഡിസാസ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ അഭിപ്രായത്തിൽ, വേൾഡ് ബാങ്ക് പറഞ്ഞാൽ ലോകബാങ്കിന്റെ അഭിപ്രായത്തില് ദുരന്തങ്ങളെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, എന്തൊക്കെ മുന്നൊരുക്കങ്ങളും എന്തൊക്കെ നടപടികളുമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ആ ടോപ്പിക്കിലൂടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയാണ്, the operation must be directed towards restoration of the asset or productivity in a long-term development perspective, not temporary relief. അതായത് ഒരു താൽക്കാലിക ആശ്വാസമല്ല,
ദീർഘകാല വികസന കാഴ്ചപ്പാടിൽ ആസ്തികൾ പുനഃസ്ഥാപിക്കുകയോ ഉൽപാദനക്ഷമത ഉറപ്പാക്കുകയോ ആയിരിക്കണം പ്രവർത്തനം. വേൾഡ് ബാങ്ക് എന്താ അഭിപ്രായപ്പെടുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണ പദ്ധതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടെമ്പററി റിലീഫ് ആവരുത്, ഒരു താൽക്കാലിക പ്രവർത്തനമാവരുത്. അതെങ്ങനെയായിരിക്കണം എന്നാ പറയണത്? അതൊരു താൽക്കാലികമായ പ്രവർത്തനമാവരുത്. ദീർഘകാല വികസന കാഴ്ചപ്പാടിൽ അസറ്റും അതേപോലെ തന്നെ അസറ്റുകൾ പുനഃസ്ഥാപിക്കുകയോ ഉൽപാദനക്ഷമത ഉറപ്പാക്കുകയോ ചെയ്യണം. ഒരിക്കലും ഒരു ടെമ്പററി റിലീഫ് ആയിരിക്കരുത്. ഒരു ദുരന്ത മേഖലയിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും എങ്ങനെയാവരുത്? ഒരു താൽക്കാലികമായ ആശ്വാസമാവരുത്. പിന്നെ എങ്ങനെയായിരിക്കണം? ആസ്തികള് പുനഃസ്ഥാപിക്കുകയോ അസറ്റുകള് റീസ്റ്റോറേഷൻ ഓഫ് ദ അസറ്റ് പറഞ്ഞാൽ എന്താ? ആസ്തികൾ പുനഃസ്ഥാപിക്കുകയോ അതേപോലെ തന്നെ എങ്ങനെ ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി ഇൻ എ ലോങ് ടേം എന്നാ പറയണത്, ഉൽപാദനക്ഷമത ഉറപ്പാക്കുകയോ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നാണ് ആരുടെ അഭിപ്രായത്തില്? വേൾഡ് ബാങ്കിന്റെ അഭിപ്രായത്തില്. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ടെമ്പററി റിലീഫ് ആവരുത്, ഒരു താൽക്കാലിക ആശ്വാസം അല്ല അവിടെ കൊടുക്കേണ്ടത്. അവിടെ എന്താണ് ചെയ്യേണ്ടത്? റീസ്റ്റോറേഷൻ ഓഫ് അസറ്റ്. ആസ്തികള് ദീർഘകാല കാഴ്ചപ്പാടിൽ അസറ്റുകൾ പുനഃസ്ഥാപിക്കും വേണം, ഉൽപാദനക്ഷമത ഉറപ്പാക്കുകയും വേണം. സെക്കൻഡ് പോയിന്റിൽ എന്താ പറയണ നോക്കൂ. ദ പെർസ്പെക്റ്റീവ് എക്കണോമിക് റിട്ടേൺ ഷുഡ് ബി ഹൈ. അതായത് സാധ്യതയുള്ള സാമ്പത്തിക വരുമാനം ഉയർന്നതായിരിക്കണം. അഥവാ പെർസ്പെക്റ്റീവ് എക്കണോമിക് റിട്ടേൺ ഷുഡ് ബി ഹൈ. സാമ്പത്തിക വരുമാനം എന്ന് പറയുന്നത് എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം, ഹൈ ആയിരിക്കണം. തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ദി ഇഫക്റ്റ് ഓഫ് ദ എമർജൻസി ഷുഡ് ബി സിഗ്നിഫിക്കന്റ്. അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ ഗണ്യമായിരിക്കണം. ദ എഫക്റ്റ് ഓഫ് ദ എമർജൻസി ഷുഡ് ബി സിഗ്നിഫിക്കന്റ്. അടിയന്തരാവസ്ഥയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വളരെയധികം അതിനെ ദ എഫക്റ്റ് ഓഫ് ദ എമർജൻസി ഷുഡ് ബി സിഗ്നിഫിക്കന്റ്. അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ ഗണ്യമായിരിക്കണം. ഫോർത്ത് പോയിന്റിൽ എന്താ പറയുന്നത്? ദി ഇവന്റ് ട്രിഗറിംഗ് ദ എമർജൻസി ഷുഡ് ഹാവ് എ ലോ പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് അഗെയിൻ സൂൺ. അതായത് അടിയന്തരാവസ്ഥയ്ക്ക്, എമർജൻസിക്ക് കാരണമായ സംഭവം ഉടൻ തന്നെ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യത കുറവായിരിക്കണം. വീണ്ടും ഇത്തരത്തിലുള്ള അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാധ്യതയുള്ള സ്ഥലങ്ങള് അവിടെ നിന്നും ആളുകളെ ഒരു പരമാവധി മാറ്റി പാർപ്പിക്കാനൊക്കെ ശ്രമിക്കണം എന്നാണ് പറയണത്. ദ ഇവന്റ് ട്രിഗറിംഗ് ദ എമർജൻസി ഷുഡ് ഹാവ് എ ലോ പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് അഗെയിൻ സൂൺ. അതായത് അടിയന്തരാവസ്ഥയ്ക്ക്, എമർജൻസിക്ക് കാരണമായ സംഭവം ഉടൻ തന്നെ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ ശ്രമിക്കണം. ദ നീഡ് ഫോർ ആൻ അർജന്റ് റെസ്പോൺസ് ഷുഡ് ബി എവിഡന്റ്. അതായത് ഒരു അടിയന്തര പ്രതികരണത്തിന്റെ ആവശ്യകത പ്രകടമായിരിക്കണം. ദ നീഡ് ഫോർ ആൻ അർജന്റ് റെസ്പോൺസ് ഷുഡ് ബി എവിഡന്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അടിയന്തരമായിട്ടുള്ള ഒരു പ്രതികരണത്തിന്റെ ആവശ്യകത എപ്പോഴും പ്രകടമായിരിക്കണം. ഫിഫ്ത്ത് പോയിന്റ് എന്താ പറയണത്? എമർജൻസി ലെൻഡിങ് ഈസ് ലിമിറ്റഡ് ടു കേസ് വേർ ഇഫക്റ്റീവ് ആക്ഷൻ ക്യാൻ ബി ഫെൽറ്റ് ഇൻ 2 to 3 years. 2-3 വർഷത്തിനുള്ളിൽ ഫലപ്രദമായ നടപടി അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ അടിയന്തര വായ്പ അനുവദിക്കാവൂ. എമർജൻസി ലെൻഡിങ് ഈസ് ലിമിറ്റഡ് ടു കേസ് വേർ എഫക്റ്റീവ് ആക്ഷൻ ക്യാൻ ബി ഫെൽറ്റ് ഇൻ 2 to 3 years. 2-3 വർഷത്തിനുള്ളിൽ ഫലപ്രദമായ നടപടി അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ അനുവദിച്ചു കൊടുക്കാൻ പാടൂ? എമർജൻസി ലെൻഡിങ്, അടിയന്തരമായിട്ടുള്ള വായ്പ അനുവദിക്കാൻ പാടുള്ളൂ. ആൻഡ് 7th പോയിന്റിൽ എന്താ പറയുന്നത്? There should be some prospect for future reduction in the hazard. ഭാവിയിൽ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള ചില സാധ്യതകൾ ഉണ്ടായിരിക്കണം. ഫ്യൂച്ചറിൽ
അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ ഉണ്ടായിരിക്കണം, സാധ്യതകൾ ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി സം പ്രോസ്പെക്ട് ഫോർ ഫ്യൂച്ചർ റിഡക്ഷൻ ഇൻ ദ അസാഡ്. അതായത് ഭാവിയില് അസാഡ് പറഞ്ഞ അപകടങ്ങള് കുറയ്ക്കുന്നതിനുള്ള ചില സാധ്യതകൾ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളെയാണ് വേൾഡ് ബാങ്കിന്റെ അഭിപ്രായത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. 7 പോയിന്റുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാ പറഞ്ഞ? ഡെവലപ്മെന്റ് പ്രോഗ്രാം ക്യാൻ ഡിക്രീസ് വാൽനറബിലിറ്റി പറഞ്ഞു, ഡിസാസ്റ്റേഴ്സ് ആസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞു, അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ അഭിപ്രായത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് 7 പോയിന്റുകളിലാക്കി പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയെടുക്കുക. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ് ഇടുമ്പോൾ അതിൽ ഡിസ്കഷൻ നടത്താം. അപ്പോൾ അടുത്ത ടോപ്പിക് എന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ കുട്ടികളെ, അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പറഞ്ഞ മറ്റൊരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായും 5 ഇൻഫ്രാസ്ട്രക്ചേഴ്സാണുള്ളത്. അതിൽ നോക്കൂ നിങ്ങൾ. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത് റോഡ്സ്, വാട്ടർ, ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി. സെക്കൻഡ് വൺ സർവീസ് ഇൻഫ്രാസ്ട്രക്ചറിൽ ട്രാൻസ്പോർട്ടേഷൻ, ഹെൽത്ത് ഫെസിലിറ്റി, എഡ്യൂക്കേഷൻ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത് സോഷ്യൽ സെക്ടർ ഓർ സർവീസസ്, പ്രൈമറി ഹെൽത്ത് കെയർ, ഓൾഡ് ഏജ് ഹോംസ്, കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ്. ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത് ക്രിയേഷൻ ഓഫ് നെസസറി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ടു റെഡ്യൂസ് റിസ്ക് ഓഫ് ഡിസാസ്റ്റർ. അതായത് ഈ ദുരന്തത്തിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയേഷൻ ഓഫ് നെസസറി, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ക്രിയേഷൻ. അതായത് എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രധാനമായും വരുന്നത് എന്താ? ക്രിയേഷൻ ഓഫ് നെസസറി. നെസസറി പറഞ്ഞാൽ എന്താ? എന്തിനാണ് നമ്മൾ നെസസറി എന്ന് പറയുക? അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ നെസസറി ഗുഡ്സ് അഥവാ നെസസറി ഐറ്റംസ് എന്നൊക്കെ പറയുക. അപ്പോൾ ഇവിടെ അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിൻ്റെ ക്രിയേഷൻ എന്ത് കുറയ്ക്കാൻ ക്രിയേഷൻ ഓഫ് നെസസറി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, പാരിസ്ഥിതിക കണ്ടീഷൻ്റെ ക്രിയേഷൻ, അത്യാവശ്യമായ ക്രിയേഷൻ എന്ത് കുറയ്ക്കാൻ? റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റർ, ദുരന്തങ്ങളുടെ വ്യാപ്തി അഥവാ റിസ്ക് കുറയ്ക്കാൻ. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത്? ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താ എന്നാണ് നമ്മൾ പറയുന്നത്. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞാൽ റോഡ്സ്, വാട്ടർ, ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി. സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, ഹെൽത്ത് ഫെസിലിറ്റി, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞാൽ സോഷ്യൽ സെക്ടർ സർവീസസ്, പ്രൈമറി ഹെൽത്ത് കെയർ, ഓൾഡ് ഏജ് ഹോംസ്, കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ്. എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നെസസറി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ക്രിയേഷൻ ഓഫ് നെസസറി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. എന്തിനാണ് ഈ നെസസറി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ നൽകുന്നത്, ക്രിയേഷൻ കൊടുക്കുന്നത്? റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റർ, റിസ്കിനെ കുറയ്ക്കാൻ, ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഏത്? എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് അടുത്ത ടോപ്പിക്ക് നോക്കൂ. ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. ഫിസിക്കലായിട്ടും
എക്കണോമിക്കലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്, വികസനം. ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. ഫിസിക്കലായിട്ടും എക്കണോമിക്കലായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെക്കുറിച്ചാണ് നമ്മളിനി അടുത്ത ടോപ്പിക്കിലൂടെ വ്യക്തമാക്കുന്നത്. അവിടെ ശ്രദ്ധിക്കൂ, എന്താണ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത്? വിത്ത് റെഫറൻസ് ടു അപ്രോപ്രിയേറ്റ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ particularly in relation to disasters, the nature, type and quality of housing are relevant. അതായത് ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഉചിതമായ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭവനങ്ങളുടെ സ്വഭാവം, തരം, ഗുണനിലവാരം എന്നിവ പ്രസക്തമാണ്. എപ്പോഴും ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് എന്തിൻ്റെ തരാണ് അവിടെ നോക്കുന്നത്? വിത്ത് റെഫറൻസ് ടു അപ്രോപ്രിയേറ്റ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ particularly in relation to disaster, the nature, type and quality of housing and relevance എന്നാണ് പറയുന്നത്. അതായത് ടൈപ്പ് ആൻഡ് ക്വാളിറ്റി. ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? തരങ്ങൾ. ക്വാളിറ്റി പറഞ്ഞാൽ ഗുണനിലവാരം. എന്തിൻ്റെ? വീടിൻ്റെ. അപ്പോൾ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാന ഭൗതിക അടിസ്ഥാന സൗകര്യം ഏതാണ് അവിടെ വ്യക്തമാക്കുന്നത്? ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഉചിതമായ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം എന്തിലേക്കാണ് ശ്രദ്ധ പുലർത്തേണ്ടത്? ആ ഒരു വീടിനേക്കാണ്. കാരണം ഒരാൾക്ക് ഏറ്റവും നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 4 നെസസറി ഐറ്റംസാണ്: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതേപോലെ തന്നെ വിദ്യാഭ്യാസം. അപ്പോൾ ഈ ഭക്ഷണവും വസ്ത്രവും ഉറപ്പായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ 3ാമത്തെ നെസസറി ഐറ്റമാണ് വീട്. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ എന്തായാലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്ത് നഷ്ടമായേക്കാം? ഭവനങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഉചിതമായ ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭവനങ്ങളുടെ സ്വഭാവം, തരം, ഗുണനിലവാരം എന്നിവ ഇവിടെ പ്രസക്തമാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്തതായിട്ട് എന്താ പറയുന്നത്? ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ് ടു ബി പ്ലാൻഡ് ഫോർ ദ particular environmental condition of the area. Housing infrastructure needs to be planned for the particular environmental condition of the area. അതേപോലെ തന്നെ പിന്നെന്താണ്? പ്രദേശത്തിൻ്റെ പ്രത്യേക പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്കനുസൃതമായി ഭവന അടിസ്ഥാന സൗകര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഒരു പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് ഭവന അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നീഡ് ടു ബി പ്ലാൻഡ് ഫോർ ദ പാർട്ടിക്കുലർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഓഫ് ദ ഏരിയ. ഒരു ഹൗസിങ്ങിൻ്റെ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് ആ ഹൗസിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? പ്ലാൻ ചെയ്യേണ്ടതാണ്. There may be an that is അതേപോലെ തന്നെ there may be an area. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? ഒരു മിനിറ്റ്. There may be an area that is flood prone or mountainous region prone to landslide and so on. അതേപോലത്തെ അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഭവന അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഭവന സൗകര്യങ്ങൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്, പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഒരു പ്രദേശമോ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഒരു പർവ്വത പ്രദേശമോ ആകാം. ആ പ്രദേശത്തിൻ്റെ ആവശ്യകതകൾക്ക് അനുസൃതമായിരിക്കണം എന്ത് നിർമ്മിക്കേണ്ടത്? ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഥവാ എക്കണോമിക്കൽ
ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആളുകൾക്ക് സാമ്പത്തികമായിട്ടും എക്കണോമിക്കലായിട്ടും ഫിസിക്കലായിട്ടും അവരെ ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആ ദുരന്തം ഉണ്ടായ പ്രദേശത്ത് തന്നെ അല്ല അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് അനുയോജ്യമായി വീണ്ടും ഒരു ദുരന്തം അവർ ഏറ്റുവാങ്ങാതിരിക്കാൻ, വീണ്ടും അവർക്ക് ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള അവർക്ക് അനുയോജ്യമായ രീതിയിൽ പ്ലാൻഡ് ആയിട്ട് വേണം അവർക്ക് എന്ത് നിർമ്മിച്ചു കൊടുക്കാൻ, ഭവനം നിർമ്മിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഫ്ലഡ് വരുന്ന പ്രദേശമോ നമ്മൾ പറയുന്നു ഫ്ലഡ് പ്രോൺ ഓർ മൗണ്ടൻസ് റീജിയൻ പ്രോൺ ടു ലാൻഡ് ഫ്ലഡ് ആൻഡ് സോ ഓൺ. അതായത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഒരു പ്രദേശമോ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഒരു പർവ്വത പ്രദേശമോ അത്തരം പ്രദേശത്തിൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് വേണം എന്ത് നിർമ്മിച്ചു കൊടുക്കാൻ, ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ ഇവിടെ പറയുന്നത്, ഹൗസിംഗ് ഹാസ് ടു ബി ഇൻ അക്കോർഡൻസ് വിത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ ഏരിയ. അതായത് ആ പ്രദേശത്തിൻ്റെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ടായിരിക്കണം ഹൗസിംഗ് വീട് നിർമ്മിച്ചു കൊടുക്കേണ്ടത്. ഇൻ ദ പെക്യുലിയർ റിക്വയർമെന്റ്സ് ഓഫ് ദ അർബൻ ഏരിയ needs to be kept in mind. Earthquake safety measures in high-rise building in urban areas are a case in point. അതേപോലെ തന്നെ ഭവന നിർമ്മാണം നഗരപ്രദേശങ്ങളുടെ പ്രത്യേക ആവശ്യകതകൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല നഗരപ്രദേശങ്ങളിലെ ബഹുനില കെട്ടിടങ്ങളിലെ ഭൂകമ്പ സുരക്ഷാ നടപടികൾ അതിനൊരു ഉദാഹരണമാണ്. ഇപ്പം നഗരത്തിൽ വീട് നിർമ്മിക്കുകയാണെങ്കിലും മൗണ്ടൻസിൻ്റെ താഴെ വീട് നിർമ്മിക്കുകയാണെങ്കിലും അത് ഏരിയയ്ക്ക് ഇത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു വെൽ പ്ലാൻഡ് ബിൽഡിംഗ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഏത് ഏരിയയിൽ വീട് നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിലും അവിടെയൊക്കെ എങ്ങനത്തെ വീട് അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഭവനമാണ് നിർമ്മിച്ചു കൊടുക്കേണ്ടത്. അതിനെയാണ് എന്ത് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫിസിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും ഡെവലപ്മെൻറ്റ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. അത് എങ്ങനെ കൊണ്ടുവരണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് അതിൻ്റെ പ്രധാന മെയിൻ പോയിന്റ് അറിയുന്നത് എന്തേ ഉള്ളൂ, അത് പ്ലാൻഡ് ആയിരിക്കണം എന്ന്, ആസൂത്രണം ചെയ്തുകൊണ്ടായിരിക്കണം ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് നടത്തേണ്ടത്, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്. ഒരു പ്ലാൻഡ് ആയിരിക്കണം എന്ന്. പ്ലാനിങ് ഇല്ലാതെ വീണ്ടും നമ്മൾ എന്ത് നിർമ്മിക്കുകയാണെങ്കിലും അത് പലതരത്തിലുള്ള ഭവിഷ്യത്തുകൾക്കും പലതരത്തിലുള്ള മെറ്റീരിയൽസൊക്കെ വീണ്ടും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ തകരുന്നതിനും തകർച്ചയ്ക്കൊക്കെ കാരണമാകാം. അതുകൊണ്ട് മൗണ്ടൻസിന് താഴെയോ അതേപോലെ നദീതീരത്തിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ നഗരമേഖലകളിലൊക്കെ വീട് പണിയുകയാണെങ്കിൽ ദുരന്ത നിവാസികൾക്ക് വേണ്ടി ഭവനം നിർമ്മിക്കുകയാണെങ്കിൽ അത് അവർക്ക് എങ്ങനെയായിരിക്കണം, അനുയോജ്യമായ രീതിയിലും പ്ലാൻഡ് ആയിട്ട് ചെയ്തു കൊടുക്കണം എന്നാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ കുട്ടികളെ നമ്മൾ 2 ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. അതേപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് എർത്ത് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൈ റൈസ് ബിൽഡിംഗ് ഇൻ അർബൺ ഏരിയാസ് കേസ് ഇൻ പോയിന്റ്. ഇനി അർബൺ ഏരിയയിലും നിർമ്മിക്കുകയാണെങ്കിലും അതെങ്ങനെയായിരിക്കണം, വളരെ സേഫ്റ്റി ആയിട്ട് വേണം. ഭൂമികുലുക്കം ഉണ്ടായാൽ പോലും അതിൽ നിന്നും തകർച്ച നേരിടാതെ സേഫ്റ്റി ആയിട്ട് വേണം ചെയ്യാമെന്നാണ് അവിടെ പറയണത്. അടുത്ത ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് എൻവയോൺമെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് ഇവിടെ എൻവയോൺമെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്കറിയാം ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഡെവലപ്മെൻറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എൻവയോൺമെൻ്റലിൻ്റെ പ്രകൃതിയുടെ വികസനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയും.
ഡെവലപ്മെൻറ്റ് ഓഫ് എൻവിയോൺമെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിസ്ഥിതിയുടെ അടിസ്ഥാന വികസനം. എന്തൊക്കെയാണ് പരിസ്ഥിതിയുടെ അടിസ്ഥാന വികസനം എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഇവിടെ ശ്രദ്ധിച്ചോളൂ. Inappropriately human induced activities act as catalyzed positive or negative to the natural environment. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? നാച്ചുറൽ എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ എന്താണ്? നാച്ചുറലായിട്ടുള്ള ഒരു പരിസ്ഥിതിയുടെ സൗകര്യ വികസനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? പോസിറ്റീവോ നെഗറ്റീവോ ആണ്. അത് രാജ്യത്തിന് അവിടെ പറയുന്നു ഇൻഅപ്രോപ്രിയേറ്റ്ലി ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ inappropriately human induced activity act as catalyzed positive or negative to the natural environment. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അനുചിതമായ മനുഷ്യപ്രേരിത പ്രവർത്തനങ്ങൾ പ്രകൃതി പരിസ്ഥിതിക്ക് ഉത്തേജകമായി പ്രവർത്തിക്കുന്നു. അത് പോസിറ്റീവോ നെഗറ്റീവോ ആണ്. ഇൻഅപ്രോപ്രിയേറ്റ്ലി പറഞ്ഞാൽ എന്താ? അനുചിതമായിട്ട് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്. ഇൻഅപ്രോപ്രിയേറ്റ്ലി പറഞ്ഞാൽ അനുചിതമായി മനുഷ്യപ്രേരിത പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ വേണമെന്നാണ് പറയുന്നത്? പോസിറ്റീവോ അഥവാ നെഗറ്റീവോ ആണ്. ആൻഡ് ദെൻ അതുകൊണ്ട് തന്നെ ആബ്സെൻസ് ഓഫ് എ നാഷണൽ വെറ്റ്ലാൻഡ് ആക്ട് ഇൻ ഇന്ത്യ demands a proactive environment ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ത്യയിൽ ദേശീയ തണ്ണീർത്തട നിയമത്തിൻ്റെ അഭാവം മുൻകൈയെടുത്തുള്ള പാരിസ്ഥിതിക അടിസ്ഥാന സൗകര്യ വികസനം ആവശ്യപ്പെടുന്നു. എന്നിരുന്നാലും അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആബ്സെൻസ് ഓഫ് എ നാഷണൽ വെറ്റ്ലാൻഡ് ആക്ട് ഇൻ ഇന്ത്യ ഡിമാൻഡ് എ പ്രോക്റ്റീവ് എൻവയോൺമെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇന്ത്യയിലെ പാരിസ്ഥിതിക വികസനമായിട്ട് ഏതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്? പ്രോക്റ്റീവ്, അതായത് തണ്ണീർത്തടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജലലഭ്യത വ്യക്തമാകുന്ന കാര്യങ്ങൾ, ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള വികസനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടി നടത്തേണ്ടത്? എൻവയോൺമെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എൻവയോൺമെൻ്റൽ absence of a national wetland act in India demand proactive environment infrastructure development. അതായത് ഇന്ത്യയിൽ ദേശീയ തണ്ണീർത്തട നിയമത്തിൻ്റെ അഭാവം മുൻകൈയെടുത്തുള്ള പാരിസ്ഥിതിക അടിസ്ഥാന സൗകര്യം ആവശ്യപ്പെടുന്നു. എന്നിരുന്നാലും ഇപ്പോഴും കുറച്ച് ഇത് മാത്രമേ നൽകുന്നുള്ളൂ. ഫ്യൂ സക്സസ് സ്റ്റോറി മേ സ്റ്റിൽ ബി ക്വാർട്ടഡ്. ഇപ്പോൾ ഇന്ത്യൻ ദേശീയ ആബ്സെൻസ് ഓഫ് നാഷണൽ വെറ്റ്ലാൻഡ് ആക്ട് ഇൻ ഇന്ത്യ. വെറ്റ്ലാൻഡ്സ് ആക്ട് ഇൻ ഇന്ത്യ പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ദേശീയ തണ്ണീർത്തട നിയമത്തിൻ്റെ അഭാവം മുൻകൈയെടുത്തുള്ള പാരിസ്ഥിതിക അടിസ്ഥാന സൗകര്യ വികസനം ആവശ്യപ്പെടുന്നു. എന്നിരുന്നാലും ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ നൽകുന്നുള്ളൂ. ഏതിൻ്റെ അഭാവം? ആബ്സെൻസ് ഓഫ് നാഷണൽ വെറ്റ്ലാൻഡ് ആക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തണ്ണീർത്തട ആക്ടിൻ്റെ അഭാവം, ഇന്ത്യയിൽ കുറച്ച് ഡെവലപ്മെൻറ്റ് മാത്രമേ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് എൻവയോൺമെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നോക്കൂ. ഇൻ ഇന്ത്യ കേസസ് സച്ച് ആസ് rebirth of Sugana Lake in Chandragarh and greening of Aiwar district reveal that water harvesting wisdom needs to be appropriately touched to build infrastructure. അതായത് ഇന്ത്യയിലെ എവിടെയാണ് അത് പറയുന്നത്? ഇന്ത്യയിലെ ഛത്തീഗഡിലെ സുഗുന തടാകത്തിൻ്റെ പുനർജന്മം, ആൽവാർ ജില്ലയിലെ പച്ചപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചതിന് ഉദാഹരണമാണ്.
ഇപ്പം ഇന്ത്യയിലെ എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഡെവലപ്മെൻറ്റിന് ഉദാഹരണമായിട്ട് എന്താണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? ഇന്ത്യയിലെ എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് എക്സാമ്പിളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ ചണ്ഡീഗഡിലെ സുഗിന തടാകം വീണ്ടും പുതുക്കി പണിതത്, ആൾവാർ ജില്ലയിലെ പച്ചപ്പ് തുടങ്ങിയ സംഭവങ്ങൾ എന്ത് വികസിച്ചതിന് ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഉദാഹരണമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് പാരിസ്ഥിതിക മേഖലയിൽ പരിസ്ഥിതിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക, പരിസ്ഥിതിയെ ഡെവലപ്മെൻറ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും വികസിപ്പിക്കുക, അതേപോലെ പരിസ്ഥിതിക്ക് ആഘാതമേൽക്കാത്ത രീതിയിലുള്ള ഓരോ എഫക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റികളും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് അതേപോലെ എഴുതുമൊന്നും വേണ്ട. നമ്മളതായ രീതിയിൽ നമ്മളതെന്താണെന്ന് മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. പരിസ്ഥിതിയെ വികസിപ്പിക്കുക, പരിസ്ഥിതിയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ വികസിപ്പിക്കുക എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇവിടെ ഏത് ആക്ട്? നാഷണൽ വെറ്റ്ലാൻഡ് ആക്ടിൻ്റെ അഭാവം പരിസ്ഥിതിക്ക് വേണ്ടത്ര കാര്യങ്ങൾ നൽകിയിരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഇന്ത്യയിലെ ആദ്യം പാരിസ്ഥിതിക മാറ്റം ഉണ്ടാക്കിയത് ഏതിലാണ്? സുഗുണ ലേക്ക്, ഛത്തീസ്ഗഡിലെ സുഗുണ ലേക്ക് പുതുക്കി പണിഞ്ഞതും, ആൽവാർ ഡിസ്ട്രിക്റ്റിൽ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് പച്ചപ്പ് നിലനിർത്തിയതുമായ പച്ചപ്പ് കൊണ്ടുവന്നതൊക്കെ എന്തിനു ഉദാഹരണമാണ്? എൻവയോൺമെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് എക്സാമ്പിളായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്ത ടോപ്പിക് എന്താ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ.